കട്ടൻ ചായയും നല്ല ചൂടുള്ള പപ്സും ആയാലോ? വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ. കുറച്ച് സവാള മതി. നമ്മൾ കുറേ മസാല ഒന്നും മുട്ട പപ്സ് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് മസാല മതി. പിന്നെ ഞാനിവിടെ 10 മുട്ട പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മുട്ടയാണ് അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, സവാളൊക്കെ നന്നായിട്ട് വഴറ്റുക. മുട്ട ഞാനവിടെ വേവിക്കാനും വെച്ചിട്ടുണ്ട്, പുഴുങ്ങാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് സവാള, കുറച്ച് ഉപ്പും കുറച്ച് പച്ചമുളകും കൂടി, എരിവിന് ആവശ്യത്തിന് ഉള്ള പച്ചമുളകും കൂടി ഞാനിട്ടിട്ട് ഇവിടെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുരുമുളകിൻ്റെ പൊടി പിന്നെ ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് സവാള വേവണം. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് വേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, നന്നായിട്ട് സവാള വേവണം. നന്നായിട്ട് വെന്തിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് ഞാനിവിടെ ഹാഫ് തക്കാളിയാണ് ചേർക്കുന്നത്. അത് ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ശേഷം കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നേരിയ മല്ലിപ്പൊടി ഇട്ടോ, കുറേ അല്ല, ഒരു നേരിയ മല്ലിപ്പൊടിയും കൂടെ ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ എന്ത് ചെയ്യും, വെന്ത് കിട്ടും. ഈ കളറൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. എന്നിട്ട് എഗ്ഗ് അവിടെ ഓൾറെഡി പുഴുങ്ങിയിരുന്ന ആകുമ്പോൾ മസാല നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കണം. ശേഷം നമ്മൾ എഗ്ഗ് 2 കട്ട് ചെയ്തിട്ട്, ഞാനിവിടെ ഈ പപ്സിൻ്റെ ഷീറ്റ് മേടിച്ചതാട്ടോ. സ്വിറ്റ്സിൻ്റെ പപ്പ് ആൻഡ് എന്നുള്ള എല്ലാ ഷോപ്പിലും ഇത് കിട്ടും. അപ്പോൾ ഞാൻ ഇത് മേടിച്ചതാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 സൈഡും ഒരു കോണാകൃതിയിൽ മടക്കി കൊടുക്കാം. ഈ ഷീറ്റിലിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം എന്തായാലും ഇടാം, എങ്ങനെയാണ് ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. വളരെ സിമ്പിളാണ്. അതൊരു ദിവസം ഞാൻ എന്തായാലും ഇടണ്ട കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇത് മേടിക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാമല്ലോ. പിന്നെ ഞാൻ ഇതിന് മുകളിൽ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതാണ് തേച്ച് കൊടുക്കുന്നത്. ബ്രഷ് ഇല്ലാത്ത കാരണം ഞാൻ സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്യും. ബ്രഷ് ഉള്ളവർക്ക് ബ്രഷൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അത്ര വലിയ ഫോർമാലിറ്റീസ് ഒന്നും കാട്ടിയിട്ടില്ല. ഒരു സിമ്പിളായിട്ട് നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുകളിൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, മുട്ട ബീറ്റ് ചെയ്തിട്ട്, ഞാൻ ഇപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ബീറ്റ് ചെയ്തിട്ട് അത് മുകളിൽ എന്ത് ചെയ്യണം, വെച്ച് കൊടുക്കണം. അതാരും മറക്കരുത്. കാരണം ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കാണാനൊക്കെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇവിടെ 150 ഡിഗ്രിയിൽ 21 മിനിറ്റ്സാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 21 മിനിറ്റ്സ് വെക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മുരിഞ്ഞിട്ട് ഇങ്ങനെ പൊടിയുടെ രൂപത്തിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു 21 മിനിറ്റ്സ് ഒക്കെ വെച്ചാലും നമുക്ക് അങ്ങനെ കിട്ടുക. അപ്പോൾ 150 ഡിഗ്രിയിൽ ഞാൻ ചെയ്യുന്നത് 21 മിനിറ്റ്സിലാണ്. എയർ ഫ്രയറിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. നമ്മൾ മുട്ട പപ്സൊക്കെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒരു ദിവസം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.